ദശകം 12 ശ്ലോകം 10. അഭ്യുത്തരന്നഥരാം രസനാഗ്രലഗ്നാമുസ്താങ്കുരാങ്കിത ഇവാധിക പീവരാത്മാ ഉദ്ധൂതഘോരസലിലാജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൻ്റെ അർത്ഥം: അഭ്യുത്തര പൊക്കിയെടുത്തിട്ട്, അഥ അനന്തരം, അഭ്യുത്തരന്നഥ അനന്തരം എന്ന് വെച്ചാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ വെള്ളത്തിലോട്ട് കുതിച്ച് ചാടി വരാഹമൂർത്തിയായ ഭഗവാൻ ഭൂമിദേവിയെ പൊക്കിക്കൊണ്ടുവരാൻ വെള്ളത്തിലോട്ട് ചാടി. ഇതിൽ അനന്തരം പൊക്കിയെടുത്തിട്ട്, നഥ അഭ്യുത്തര പൊക്കിയെടുത്തിട്ട്, ധരാം ഭൂമിയെ, ദശന അഗ്രലഗ്ന ആ തേറ്റയുടെ അറ്റത്ത്, ദശന എന്ന് പറഞ്ഞാൽ ആ തേറ്റയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ച, ലഗ്ന മുസ്താങ്കുരാങ്കിത ഒരു മുത്തങ്ങയുടെ, ചെറിയ മുത്തങ്ങയുടെ, ആങ്കുരാങ്കിത മുളച്ചതുപോലെ, മുത്തങ്ങ പോലെ, ചെറിയ മുത്തങ്ങ പോലെ, ഇവാധിക പീവരാത്മാ ആ വളരെ വലിയ ശരീരത്തോടു കൂടിയ വരാഹമൂർത്തിയായ ഭഗവാൻ ഒരു അങ്ങയുടെ ദശന അഗ്രത്തിൽ തേറ്റയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ച ഒരു മുത്തങ്ങ പോലെ എന്നാണ് ഈ 2 വരിയിൽ പറയുന്നത്. ഉദ്ധൂത ഘോര സലിലാജലധേരുദഞ്ചൻ, ഉദ്ധൂതം ഇളകി മറിയുന്ന, ഘോരസലില ഭയങ്കരമായ വെള്ളത്തോടു കൂടിയ, ജലധേരുദഞ്ചൻ സമുദ്രത്തിൽ നിന്ന്, ക്രീഡ എന്ന് വെച്ചാൽ ഒരു ലീല പോലെ, എന്ന് വെച്ചാൽ ഒരു കളി പോലെ, വരാഹ വപുരീശ്വര വരാഹ രൂപം ധരിച്ച ഭഗവാനെ, പാഹി രോഗാത് എൻ്റെയും രോഗങ്ങളെയും രക്ഷിക്കണമേ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു മുത്തങ്ങയുടെ അത്ര വലുപ്പത്തിൽ മുത്തങ്ങ കൊണ്ടുവരും പോലെ ഒരു കളി പോലെ ഭൂമിദേവിയെ വെള്ളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. ഹേ ലീലാരൂപത്തിൽ വരാഹരൂപം പൂണ്ട ഭഗവാനെ, അനന്തരം ധരാം ഭൂമിയെ, അഭ്യുത്തരം പൊക്കിയെടുത്തിട്ട്, ദശനാഗ്രലഗ്ന തേറ്റയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങ പോലെ, അത്രയും ലളിതമായിട്ട്, ഉദ്ധൂത ഘോര സലില ഇളകിമറിഞ്ഞ ജലത്തിൽ നിന്ന്, ഉദഞ്ചൻ പുറത്തേക്ക് വരുന്ന ഭഗവാനെ, ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ എന്നെയും എൻ്റെ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതോടുകൂടി ദശകം 12 അവസാനിച്ചു.